ദൃശ്യം 3 തീർച്ചയായും തിയേറ്ററിൽ പോയി കാണണം. കുറച്ച് കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ദൃശ്യം 1ഉം 2ഉം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൃശ്യം 3 തീർച്ചയായും ഇഷ്ടപ്പെടും. അതിൽ നിന്നും ഒട്ടും താഴെ അല്ലാത്ത രീതിയിലാണ് ജിത്തു ജോസഫ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ലാലേട്ടൻ്റെ അന്യായ സ്ക്രീൻ പ്രസൻസ്, ഞാൻ പറയുവാണെങ്കിൽ തുടരും മൂവിയെക്കാളും ബെറ്റർ സ്ക്രീൻ പ്രസൻസ് ആണ് ആ മനുഷ്യൻ്റെ മുഖത്ത്. അതേപോലെ തന്നെ ചെറിയ മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ലാലേട്ടൻ ഇടുന്നത് കണ്ടു കഴിഞ്ഞാൽ കോരി തരിച്ചു പോകും. നിങ്ങളൊരു യഥാർത്ഥ മോഹൻലാൽ ഫാൻ ആണെങ്കിൽ തീർച്ചയായും ദൃശ്യം 3 തിയേറ്ററിൽ പോയി കാണണം. കാരണം ഇതുവരെയുള്ള മോഹൻലാൽ ചിത്രങ്ങളിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാവിധ എക്സ്പ്രഷൻസും, നമുക്ക് ക്യൂട്ടായ എക്സ്പ്രഷൻസും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏത് തരത്തിലുള്ള എക്സ്പ്രഷൻസും എല്ലാം ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഒരു മോഹൻലാൽ ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ദൃശ്യം 3 തിയേറ്ററിൽ പോയി തന്നെ കാണണം. അന്യായ സ്വാഗാണ് അദ്ദേഹത്തിൻ്റെ ആ ഫേസിൽ മിന്നി മറയുന്നത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ദൃശ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ 1ഉം 2ഉം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ 3 തീർച്ചയായും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ 4ലേക്കുള്ള ലീഡ് ദൃശ്യം 4 വരാനുള്ള എല്ലാ സാധ്യതയും ക്ലൈമാക്സിൽ വെച്ചിട്ടുണ്ട് ജിത്തു ജോസഫ്. അപ്പോൾ ഒരു യഥാർത്ഥ കുടുംബചിത്രം നമുക്ക് തന്നിരിക്കുകയാണ്. പക്ഷേ അത് ത്രില്ലറാണ്. ദൃശ്യം ഫ്രാഞ്ചൈസി എല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ദൃശ്യം 3 ഇഷ്ടപ്പെടും. കഥ കേൾക്കരുത്, ആരും പറയുന്നത് നമ്മൾ ചെവിക്കൊള്ളരുത്. ജസ്റ്റ് തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യുക.